വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാവും, എല്ലാവരും ടയേർഡാവും. അതുപോലെ തന്നെ കൂടുതലും നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രേയേഴ്സിനാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഇപ്പം സ്നാക്കായിട്ടും മെയിൻ ഡിഷായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഷവർമയുടെ രുചിയിലുള്ള ഒരു കിഡിലൻ ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ലസാനിയൻ്റെ റെസിപ്പി. അപ്പോൾ ഞാനത് ബ്ലോഗിൽ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ലസാനിയ ഷീറ്റൊന്നുമില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാത്തത്. അത്യാവശ്യമുള്ളവർക്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ട് ആ ബ്ലോഗ് ലിങ്ക് ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് ഞാൻ 2 വർഷം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാടൊക്കെ ഇട്ട ഒരു വിഭവമാണ് ബ്രെഡ് കുനാഫ ലസാനിയ. അപ്പോൾ അതും ഒരു സ്വീറ്റ് ലസാനിയ റെസിപ്പിയാണ്. അപ്പോൾ അതും പിന്നെ അതുപോലെ ഈ മാക്രോണി പാസ്റ്റയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ മൂന്നിൻ്റെയും ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഭവത്തിലേക്ക് നമുക്ക് ബ്രെഡാണ് മെയിനായിട്ട് വേണ്ടത്. ബ്രെഡ് ഞാനിപ്പോൾ ഈ യോമി ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് നല്ല ബ്രെഡ് തന്നെ എടുക്കാം. പിന്നെ ഇതിന് അങ്ങനെ റോളിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ സാധാ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 8 ബ്രെഡ് വേണം മൊത്തത്തിൽ. അത് നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും ആ ബ്രെഡിൻ്റെ എണ്ണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 8 ബ്രെഡ് മതിയാകും ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബ്രെഡും എടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഇപ്പോൾ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവണൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ഇതിൽ താഴത്തെ ലെയറായിട്ട് ഒരൊറ്റ ലെയറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ആദ്യം. അപ്പോൾ ആദ്യം ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ മയണൈസാണ് കേട്ടോ. അപ്പോൾ മയണൈസ് കുറച്ച് അധികം വേണം. ഞാൻ ആ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ആവശ്യത്തിനുള്ളത് എടുക്കാം. പിന്നെ കുറച്ചൊരു 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. പിന്നെ ഒരു 2 വെളുത്തുള്ളി എടുക്കുക. നമ്മളിപ്പോൾ ഷവർമയുടെ ആ ഒരു ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷവർമയുടെ വൈറ്റ് സോസിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കാറില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ കാരണം ഇനി സെപ്പറേറ്റ് ആയിട്ട് ടൊമാറ്റോ സോസ് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ ഇതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് പെപ്പർ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഷവർമയുടെ ആ റെസിപ്പിയിൽ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പോലെ ചെയ്തെടുക്കുക. അല്ലാണ്ട് സാധാരണ മസാലയുള്ള ചിക്കൻ എടുക്കരുത് കേട്ടോ ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് മൊസറില്ല ചീസ് വേണം. ഞാൻ ഈ ഒരു ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ ചീസാണ്. അതിലൊരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും വേണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാകും. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ചിക്കനും ഈ ക്യാബേജും ക്യാരറ്റൊക്കെ. അതുപോലെ മാക്രോണിയും ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇത് പാസ്തയാണ്, മാക്രോണി പാസ്തയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. പാസ്ത വേവിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. സാധാ ചൂടുവെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക, ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ആ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, മാക്രോണി, ചിക്കൻ ഇതെല്ലാം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഡിഷിലേക്ക് ഇത്രയൊന്നും വേണ്ട, കുറേശ്ശെ മതിയാകും. മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇതിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാക്രോണിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തത്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിയത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കണം. നമ്മൾ ഈ വൈറ്റ് സോസ് വെച്ച് കൊടുക്കണം. അല്ലാണ്ട് നേരെ ബ്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് സോസ് ആദ്യം വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ 4 ബ്രെഡ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, സൈഡിൽ നമ്മൾ ഈ പാനിലോട് ഒട്ടിക്കെടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നമുക്കെന്നാൽ അത് പുറത്തേക്ക് എടുക്കാൻ ഈസി ആകും. കാരണം ഒട്ടിക്കെടുക്കുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. ചൂടാറിയ ശേഷമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രെഡ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ. ഇതിന് മൊത്തം ലെയേഴ്സിൽ നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കനും അതുപോലെ തന്നെ ഒരു കുറച്ച് മാത്രം താഴത്തെ ലെയറിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴും ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റില കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലും നന്നായിട്ടത് അവിടെ സ്റ്റിക്കായിട്ട് കിടക്കുകയുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ക്യാബേജും ക്യാരറ്റും വൈറ്റ് സോസിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാക്രോണി വേവിച്ചത് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാക്രോണി ഇട്ട് കൊടുക്കുക കേട്ടോ. മാക്രോണി അതിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ വയറ് ഫുള്ളാവാനും മാക്രോണിയുടെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടി ആകുമ്പോൾ ഒരൊറ്റ സ്ലൈസ് മതിയാവും നമുക്ക് വയറ് ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഈ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ ഫസ്റ്റത്തെ ലെയറിൽ. എന്നിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ സോസ് ഒഴിച്ചു കൊടുക്കുക. ഓരോ ലെയറിലും നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സോസ്, ഒരുപാട് വേണ്ട. പിന്നെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് അതിലൊട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സോസ് ഒഴിക്കുന്നത് കേട്ടോ ഈ ബ്രെഡിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ ഈ സോസ് ഉണ്ടാക്കുമ്പം വല്ലാണ്ട് കുത്തുന്ന ഫ്ലേവറിൽ സോസ് ഉണ്ടാക്കരുത്. എല്ലാം പാകത്തിനെടുക്കുക കേട്ടോ. ഉപ്പൊന്നും കൂടി പോകരുത്, അതുപോലെ തൈരൊന്നും കൂടി പോകരുത്, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കന് സോസ് ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിൽ ഞാൻ കുറച്ചധികം ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് ക്യാബേജ് എല്ലാം കൂടി മിക്സ് ചെയ്തത് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മാക്രോണി വേവിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിഷ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മാക്രോണി ഒന്നും വേണ്ടെന്നാണെങ്കിൽ അത് വെച്ച് കൊടുക്കണ്ട. ജസ്റ്റ് ചിക്കനും ഗ്രേറ്റഡ് ക്യാബേജും ക്യാരറ്റും മതിയാകും. മാക്രോണിൻ്റെയും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ലെയറിൽ ഞാൻ കുറച്ചധികം മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ചിക്കൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ക്യാരറ്റും ക്യാബേജും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കാരണം സൈഡ് ഇങ്ങനെ നമ്മൾ ഈ ഒരു പാനിലോട് ഒട്ടിക്കെടുക്കുമ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സൈഡ് ഗ്യാപ്പ് വിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ടില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഒട്ടും നിർബന്ധമില്ല. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഓവനിലൊന്നുമല്ല ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു പാത്രം, വലിയൊരു പാത്രം ചൂടാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ താഴെ ഒരു റിങ്ങോ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുന്നത്. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതാ കണ്ടോ, നല്ല ചൂടുണ്ട്, ആവി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം. എന്നിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നത്. ഇനി ഇതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ആ മുകളിലുള്ള ചീസ് മെൽട്ടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 20 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓവനിൽ ബേക്ക് ചെയ്ത ആ ഒരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ടേസ്റ്റും അതുപോലെ തന്നെ ആ ചീസ് വേണം അത് കഴിക്കുമ്പോൾ. എന്നാലേ ആ ഒരു ഷവർമയുടെ ടേസ്റ്റും പിസ്സയുടെ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് സംഭവം. പിന്നെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ടൈം ചിലപ്പം കൂട്ടുകയോ കുറക്കുകയൊക്കെ വേണ്ടി വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ ലസാനിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ബ്രെഡിൻ്റെ ആ ഒരു നമ്മൾ ബ്രെഡ് വെച്ചല്ലോ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 4 സ്ലൈസ്, ഒരാൾക്ക് ഒരു സ്ലൈസ് തന്നെ ധാരാളമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ ശരിക്കും ഇത് തികയില്ല എന്ന്, പക്ഷേ ഒരൊറ്റ ഈ ഒരു പീസ് മതിയാകും വയറെന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാതും ഉണ്ടല്ലോ, ബ്രെഡുണ്ട്, ചിക്കനുണ്ട്, ചീസുണ്ട്, ക്യാബേജ് ക്യാരറ്റ് വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്.
ഇവിടെ റീനുവിൻ്റെ ഫേവറേറ്റാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഞാൻ ഈ ഒരു ഡിഷും പിന്നെ ഫ്രൂട്ട്സും നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രാത്രി അത്താഴത്തിൻ്റെ സമയത്തേക്ക് ഞാൻ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും സ്നാക്കല്ല. നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ദോശ കറികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും പകരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ മീലാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിന്നർ മീലാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ കുറച്ച് മുമ്പാണ് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ റോസു ബാക്കിയുള്ള മാക്രോണിയും അതുപോലെ ചിക്കനൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റീനുവിനെ കൊതിപ്പിക്കുക കേട്ടോ ആൾ. പിന്നെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ വൈറ്റ് സോസ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് വൈറ്റ് സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പം പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ആ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റ്, ഷവർമയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഡിഷിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഷവർമ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഷവർമയുടെ ചിക്കൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്കിയുള്ളതുകൊണ്ട് മാത്രമാണ് ആ ചിക്കന് പെപ്പർ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.